പാലക്കാട്ടെ നെൽകർഷകരോട് വഞ്ചന തുടർന്ന് സംസ്ഥാന സർക്കാർ. സംഭരണം വൈകിയതോടെ ധോണി പാടശേഖരത്തിൽ 138 ക്വിന്റലോളം നെല്ല് മഴയിൽ കുതിർന്നു. നെല്ല് മുളച്ച് നശിച്ചു പോകുമെന്ന ആശങ്കയിലാണ് ജില്ലയിലെ കർഷകർ. കൊയ്ത്ത് പൂർത്തിയാക്കി ചാക്കിലാക്കിയ നെല്ല് പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 50 ദിവസം പിന്നിട്ടു. ദിവസമായി കൊയ്ത് ചാക്കിലാക്കി വെച്ചിട്ട് ഇവിടെ കൃഷിക്കാരെ ആകെ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പണിക്ക് ആൾ കിട്ടാനില്ല. ഈ നനഞ്ഞ നെല്ല് ഇനി അത് അഴിച്ച് കൊട്ടി ഒരു പണിക്ക് 3 പണിയാണ് ഉണ്ടായിരിക്കുന്നത്. സപ്ലൈകോ വന്ന ഒരു ലിസ്റ്റ് തന്നിട്ട് പോയി എന്നല്ലാതെ ഇതുവരെ നെല്ലെടുക്കാനുള്ള ഒരു മാർഗ്ഗം ഇവിടെ ചെയ്തിട്ടില്ല. കൃഷിക്കാർ മുഴുവൻ ആത്മഹത്യയുടെ വക്കിലാണ്. എവനെങ്കിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്രി, MLA, MP എല്ലാം അവിടെ വരും. കൊല്ലാനുള്ള വഴിയല്ല ഈ നേതാക്കന്മാർ ചെയ്യേണ്ടത്. അവനെ സംരക്ഷിക്കാനുള്ള ഇത് ചെയ്യണം, വഴി ചെയ്യണം. സമയബന്ധിതമായി നെല്ലെടുത്തിട്ട് പോകാനുള്ള മാർഗ്ഗം ചെയ്യണം ഗവൺമെന്റ്. അതിനാരെ MLA ആരെ ഇടപെട്ട് ഉടനെ അതിനുള്ള നടപടി എടുക്കണം. അരുൺ ആലത്തൂറുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, വളരെ വേദനയോടെയാണ് അവരുടെ പ്രതികരണം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുൻപാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷകനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ഒരു കർഷകൻ നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഈ നെല്ല് സംഭരണം നിലച്ചതോടെ തങ്ങളെല്ലാവരും ആത്മഹത്യാ വക്കിലാണ്. വീണ്ടും കർഷകരോട് വഞ്ചന തുടരുകയാണ് സംസ്ഥാന സർക്കാർ. ഒരുപാട് ഇരകളുണ്ട് നമ്മുടെ കേരളത്തിൽ, അതൊന്നും കണ്ടില്ല എന്ന് വെച്ചിട്ട് വീണ്ടും കർഷകരോട് വഞ്ചന തുടരുന്നു. ഈ നെല്ല് സംഭരണത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാത്തത്? അരുൺ, കഴിഞ്ഞ 10 വർഷ കാലയളവിലും സംസ്ഥാനത്തെ നെല്ല് സംഭരണം ഒരു കീറാമുട്ടിയായിട്ട് തുടരുന്ന സ്ഥിതിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണം സപ്ലൈകോ മുഖാന്തരം നടത്തിയ സമയത്തെല്ലാം കൃത്യമായ സംഭരണം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, കർഷകരെ സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിച്ചിരുന്നത്. ഇത്തവണയാണെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ സർക്കാർ പറഞ്ഞത് സഹകരണ സംഘങ്ങൾ മുഖാന്തരം നെല്ല് സംഭരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ജില്ലയിലാണെങ്കിൽ ഏകദേശം 100-ലേറെ സഹകരണ സംഘങ്ങൾ സർക്കാരുമായിട്ട് കരാറിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ടും ഇതുവരെയും സംഭരണം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ധോണിയിൽ ഒരു മഞ്ഞ സ്ലിപ്പ് കൊണ്ടുപോയി കർഷകർക്ക് സപ്ലൈകോ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നെല്ല് സംഭരിച്ചിട്ടില്ല. നിരവധി പാടശേഖരങ്ങളിൽ ഈ നെല്ല് കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇന്നലെ വൈകിട്ടും അതുപോലെ ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് പാലക്കാട് വലിയ രീതിയിലുള്ള വേനൽ മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മഴയും കൂടെ പെയ്തതോടുകൂടെ കർഷകരുടെ ആ കൊയ്തെടുത്തു വെച്ച നെല്ല് മുഴുവൻ നനഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ്. ഇനി അവർക്ക് ഈ നനഞ്ഞ നെല്ലിനെ വെയിലത്തിട്ട് ഉണക്കണം. അതിന് ഇടയിൽ അത് മുളച്ചു പോയാൽ അവർക്കത് വലിയ ഭീമമായ നഷ്ടം ഉണ്ടാക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജില്ലയിലെ നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ രണ്ടാം വിള കൊയ്ത്തിലാണ് അവർക്ക് അല്പമെങ്കിലും, അതായത് ഒന്നാം വിളയെ അപേക്ഷിച്ച് ഈൽഡ് കൂടുതൽ കിട്ടാറുള്ളത് രണ്ടാം വിളയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൃത്യമായ നെല്ല് സംഭരണം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ സർക്കാർ കൃത്യമായി നെല്ല് സംഭരണം നടത്തിയാൽ തങ്ങൾക്കത് വലിയ ആശ്വാസകരമായ നടപടിയായിരിക്കും എന്നുള്ളതായിരുന്നു കർഷകർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും സംഭരണം എങ്ങും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കർഷകർ സമാനതകളില്ലാത്ത ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ തങ്ങൾ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. ആത്മഹത്യ ചെയ്താലേ ഇനി അധികൃതർ കണ്ണു തുറക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് കർഷകർ ചോദിക്കുന്നത്. ഏതായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ നെല്ല് സംഭരണം കൃത്യമായി നടക്കാത്തത് മൂലം നെല്ല് കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയാണ് ഇനിയിപ്പോൾ നെല്ല് വിവിധ ഇടങ്ങളിൽ സംഭരിക്കേണ്ടത്. പക്ഷേ ഒരിടത്തും അത് കൃത്യമായി ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അരുൺ. ഇത് കൃത്യസമയത്ത് ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ, വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ ആത്മഹത്യാ വക്കിൽ കൂടിയാണ് തങ്ങളെന്നാണ് ഈ കർഷകർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കർഷകരുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അധികൃതർ കണ്ണ് തുറന്നേ പറ്റൂ. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.